സെമസ്റ്ററിന്റെ പുറത്താണോ ദേശീയ നേതൃത്വത്തിലേക്ക് മടങ്ങിപ്പോകാൻ അത് അദ്ദേഹത്തോട് ചോദിക്കണം, എനിക്കറിയില്ല. എന്നോട് ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇന്നലെ എനിക്കൊരു മെസ്സേജ് മാത്രം അദ്ദേഹം ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് മറ്റൊരു കാര്യവും ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. കാരണം ഒരു ഷോക്കിംഗ് ന്യൂസ് പോലെ തോന്നുന്നു പെട്ടെന്ന്. കാരണം ഇതിനൊക്കെ ഒരു മീറ്റിങ്ങും അതിൻ്റെ ഒരു സംവിധാനമൊക്കെ വന്നിട്ട് ഔദ്യോഗികമായിട്ട് അവിടെ ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു തീരുമാനിക്കാം. പ്രൊഫസറിന് അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മൾ തന്നെ പെട്ടെന്ന് നടുക്കടലായ ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നു. അതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. ഇല്ല, NCP ആവുന്നില്ല. അതിനൊരു നേതൃത്വം പവാർജി തീരുമാനിച്ചാൽ തീർന്നല്ലോ. അല്ല, അങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങളോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഒന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം എന്താണ് അതിനകത്ത് ആരോപിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കാണും, അല്ല ഞാൻ വിളിക്കും. എന്തായിരുന്നാലും ബോംബെയിലെ ഞങ്ങളെല്ലാവരും കൂടെ കാണാതിരിക്കില്ല. കാരണം പവാർജി വിളിച്ചിട്ടുണ്ടല്ലോ. അടുത്ത കാലത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമാണ് ഒരുപക്ഷെ പെട്ടെന്നൊരു രാജിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. കാരണം ആഭ്യന്തര പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല തീരുമാനം എടുക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. അതിപ്പം ഞാൻ പ്രസിഡൻ്റായാലും ശശീന്ദ്രൻ പ്രസിഡൻ്റായാലും PC ചാക്കോ പ്രസിഡൻ്റായാലും മുന്നിരുന്ന തോമസ് ചാണ്ടി ആയാലും ഉഴവൂർ വിജയനായാലും പീതാംബരം മാസ്റ്ററായാലും ഇവർക്കൊക്കെയും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ ആഭ്യന്തരമായിട്ടുള്ള. കാരണം ഒരു തീരുമാനം എടുക്കുമ്പോൾ തീരുമാനം ശരിയല്ല എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം പല ആൾക്കാരും പല രീതിയിൽ ഞാൻ കൂട്ടിമാട്ടും. തന്നെ ഇന്നലത്തെ ചാനൽ ചർച്ച മുഴുവൻ NCPയെ കുറിച്ചായിരുന്നു. അപ്പോൾ NCP കഴിഞ്ഞ് പലരും പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ NCP എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വളരെ വ്യക്തമായിട്ട്. നമ്മളിപ്പം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഈ ഒരു പരാജയം വരുന്നില്ലെങ്കിൽ NCPയുടെ അവസ്ഥ വേറെ അവസ്ഥയിലേക്ക് പോകാനായിരുന്നു. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് മത്സരിച്ച് 8 സീറ്റും ജയിച്ച ഒരു പാർട്ടിയാണ് NCP. അപ്പം അങ്ങനെ ചെറിയ പാർട്ടിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു വലിയ സംവിധാനം മഹാരാഷ്ട്രയിലുണ്ട്, മറ്റ് പല പ്രദേശങ്ങളിലുമുണ്ട്. അപ്പോൾ ദേശീയ പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും NCPയെ നടുക്കടലിലേക്ക് തള്ളിയിടുന്നൊരു നടപടിയാണ് ഇപ്പോൾ ചെയ്തത് എന്നുള്ളത് ശരിയാണ് അല്ലേ? അല്ല, അങ്ങനെ നിങ്ങളതിനെ അങ്ങനെ രീതിയിലേക്ക് കൂട്ടിപ്പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് റിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരേണ്ട ഒരു സംവിധാനത്തിലേക്കുള്ള ആൾക്കാരെ ഒന്നും നോമിനേറ്റ് ചെയ്യാതെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആൾക്കാർക്ക് തോന്നുമല്ലോ. അതൊരു സാധാരണ സംഭവമാണ്. NCPയിൽ ഇനി ആരാകും സംസ്ഥാന അധ്യക്ഷൻ എന്ന ചോദ്യത്തോടാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം. അധ്യക്ഷനെ തീരുമാനിക്കുന്നത് ശശീന്ദ്രനോ താനോ PC ചാക്കോയല്ല, അത് ശരത് പവാറാണ്. ശശീന്ദ്രനുമായി തനിക്ക് യാതൊരു പ്രശ്നം അന്നും ഇന്നുമില്ല എന്നുകൂടി തോമസ് കെ തോമസ് MLA വ്യക്തമാക്കുന്നു.